മറ്റു വാർത്തകൾ നോക്കാം. ഇതര മതസ്ഥരായ യുവതി യുവാക്കളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്ന അൺമാസ്കിംഗ് എത്തിസം സലഫി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹം. സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ആസൂത്രിതമായ മതപ്രചരണമാണ് അൺമാസ്കിംഗ് എത്തിസം എന്ന സലഫി ഗ്രൂപ്പ് നടത്തുന്നത്. സംഘത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളിലും ലക്ഷ്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. വിമൻസിന്റെ ഡ്രസ്സ് ഇങ്ങനെ തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ ചില ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ധരിച്ച ഡ്രസ്സ് ഏത് രൂപത്തിലുള്ളതായിരിക്കും? ഇപ്പൊ നിങ്ങൾ മുസ്ലിംസ് ആണല്ലോ, അപ്പൊ നിങ്ങളൊരു മതത്തിൽ പറഞ്ഞ ഡ്രസ്സുകൾ ഉണ്ടാവും. അതനുസരിച്ച് പിന്നെ നിങ്ങൾ ധരിച്ചത് ശരിയായ രൂപത്തിലാണോ? മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് ഒരു ഇന്ന ഡ്രസ്സ് ധരിക്കണം, ഇന്ന കളർ ധരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വസ്ത്രം ലൂസ് ആവണം. നമ്മളിപ്പോ അറിയുന്നേട്ടാ. ഞാൻ അറിഞ്ഞാൽ നമുക്ക് മാറ്റിക്കൂടെ? പിന്നെ നമ്മൾ മാത്രം മാറ്റിയാൽ പോരാ, നമ്മളെ ചുറ്റുള്ളവരോടും പറയണം. മുസ്ലിം സ്ത്രീകളുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം സ്ത്രീ ഒരു പുരുഷനും പറയുന്ന ഡ്രസ്സല്ല ധരിക്കണം, സൃഷ്ടിച്ച ദൈവം പറയുന്ന ഡ്രസ്സാണ് ധരിക്കണം. ദാറ്റ് ഈസ് പ്യുവർ ചോയ്സ്. ബീച്ചിലെത്തിയ തട്ടമിടാത്ത പെൺകുട്ടികളെ സമീപിച്ച ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് അനാവശ്യ സംവാദങ്ങൾ നടത്തുകയാണ് അൺമാസ്കിംഗ് എത്തിസം സലഫി ഗ്രൂപ്പ് അംഗങ്ങൾ. അതിന്റെ ദൃശ്യങ്ങളാണിത്. ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം നടത്തുന്നത് തീവ്ര ഇസ്ലാമിക മതപ്രചരണമാണ്. അൺമാസ്കിംഗ് എത്തിസം സലഫി ഗ്രൂപ്പ് UAE സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ചർച്ചയുടെ ലിങ്കാണിത്. ഇവരുടെ പ്രവർത്തനങ്ങളോട് എതിരഭിപ്രായമുള്ളവർക്ക് വേണ്ടിയാണ് ഈ സംവാദം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് വിദേശ ബന്ധങ്ങൾ ഉണ്ടെന്നതിന്റെ തെളിവാണിതെന്നാണ് ഉയരുന്ന ആരോപണം. യുക്തിവാദത്തെയും മറ്റു വിശ്വാസങ്ങളെയും പ്രതിരോധിക്കാനെന്ന വ്യാജേനെ ഇതര മതസ്ഥരായ യുവതി യുവാക്കളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പൊതുസ്ഥലങ്ങളിലേക്ക് ഇവരുടെ പ്രചാരണ രീതികൾ മാറുമ്പോൾ ഇത്തരം സംഘടനകൾക്ക് ഫണ്ടിംഗ് അടക്കം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന കാര്യം അന്വേഷണ വിധേയമാക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. യുവാക്കളിലേക്ക് തീവ്ര ഇസ്ലാമിക മതചിന്തകൾ എത്തിക്കുകയാണ് സംഘത്തിന്റെ പ്രധാന അജണ്ടയെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.